ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായാണ്. ഒരു 4 നേന്ത്രപ്പഴം നന്നായി പഴുത്തതും 1 കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി മധുര വട ഉണ്ടാക്കാം. നേന്ത്രക്കായ ഉപയോഗിച്ചൊരു മധുര വട ഉണ്ടാക്കാം. ഇതിനു വേണ്ടി ഒരു 4 പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഒരു 5 അച്ച് വെല്ലം നമുക്ക് പാവ് കാച്ചി എടുക്കാവുന്നതാണ്. വെല്ലത്തിൽ കല്ലുള്ളത് കൊണ്ടാണ് ഞാൻ വെല്ലം പൊടിച്ച് ചേർക്കാതിരുന്നത്. അതിനാണ് പാവ് കാച്ചി എടുക്കുന്നത്. 4 കായ് പഴം നന്നായിട്ട് പുഴുങ്ങി നന്നായി ഉടച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 മുറി തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കാം. പഴം നന്നായി ഉടച്ചതിന് ശേഷം 1 മുറി തേങ്ങ ചിരവിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ 5 അച്ച് വെല്ലം പാവ് കാച്ചി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നേന്ത്രക്കായെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. 1 കപ്പ്, ചെറിയ കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/2 സ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു നുള്ളു ഉപ്പും ശകലം ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് കൈ ഉപയോഗിച്ച് കുഴച്ച് വെച്ചതിന് ശേഷം അരമണിക്കൂർ വരെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷമാണ് നമ്മളിത് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അതുപോലെ നന്നായി കൈ ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. അങ്ങനെ ഇത് കുഴച്ചെടുത്തതാണ്. ഇനി നമ്മളിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് ഇത് വറുത്ത് കോരുന്നതിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാണ് എണ്ണ താല്പര്യമെങ്കിൽ അത് ഒഴിക്കാവുന്നതാണ്. ഇനി എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് അരമണിക്കൂർ കഴിഞ്ഞു. പഴം മിക്സ് ചെയ്ത് വെച്ചത് അരമണിക്കൂർ കഴിഞ്ഞ് ഇനി അതിൽ നിന്ന് ഓരോ ശകലം എടുത്ത് നമ്മൾ ഉള്ളം കയ്യിൽ ആദ്യം തന്നെ എണ്ണയോ നെയ്യോ തടവിയതിന് ശേഷം നമ്മൾ ഉള്ളം കയ്യിൽ വെച്ച് പരത്തിയതിന് ശേഷം നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുന്ന പോലെ ഒരു ദ്വാരം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഉള്ളം കയ്യിൽ പരത്തി ഒരു ദ്വാരം ഇട്ട് കൊടുത്ത് അതിന് നമ്മൾക്ക് എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് കോരാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ലാ പഴക്കൂട്ടത്തിൻ്റെ എല്ലാതും ഇതുപോലെ നമ്മൾ ഉള്ളം കയ്യിൽ പരത്തി വെച്ചതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് നന്നായി കോരിയെടുക്കാവുന്നതാണ്. അതുപോലെ കോരിയെടുക്കാവുന്നതാണ്. കണ്ടില്ല, നല്ല സൂപ്പറായിട്ട് അധികം ചിലവില്ലാതെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല അടിപൊളി മധുരവട ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. കണ്ടില്ലേ, നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് മധുരവട. അപ്പോൾ നിങ്ങൾ ഇത് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുകൊണ്ട് ഇതുപോലെ നല്ല അടിപൊളിയുണ്ട്. ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.